ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷെഫ് മുസീഫ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടോക്കിക്കേ. ഇന്ന് ഞാൻ ഒരു 6 കിലോ ഉള്ള ഒരു ആടുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് മുഷുവായി ആക്കിയാലോ? ഇത് ഓവനിൽ വെച്ച് മുഷുവായി ആക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് എനിക്കിവിടെ പാർട്ടിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ആട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇത് കണ്ടല്ലോ, ഒരു ആട് ഫുള്ളായിട്ടുള്ളതാണ്. ഇത് 6 കിലോയുടെ മുഷുവായിയുടെ ആടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടല്ലോ. ഇത് നമുക്ക് ഇനി ഒന്ന് മസാല ആക്കണം. അതിനാണ് ഇനി അടുത്ത സാധനം ഞാൻ പറയാൻ പോകുന്നത്. ആ മസാല ആക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ കണ്ടല്ലോ, ഞാൻ 2 കപ്പ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. 2 കപ്പ് ഞാൻ തൈരാണ് ഇട്ട്, ഒരുപാടൊന്നും വേണ്ട. നമുക്കൊരാവശ്യത്തിനുള്ള മസാല എടുത്തിട്ടുണ്ട്. ഞാൻ മസാല പറയാം. പിന്നെ കുറച്ച് സഫറാൻ വെള്ളത്തിയിട്ട് പിന്നെ റോസ് വാട്ടറും കൂടെ ഒഴിച്ചതാണ്. റോസ് വാട്ടറും സഫറാനും കൂടെയാണ്. അത് കണ്ടല്ലോ നിങ്ങൾ, റോസ് വാട്ടറും സഫറാനും കൂടെയാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. അത് ഈ തൈരിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കണ്ടല്ലോ നിങ്ങൾ, തൈരിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത്. ഇനി അടുത്തത് നമുക്ക് കുറച്ച് വൈറ്റ് വിനീഗറാണ്. വൈറ്റ് വിനീഗർ ഞാൻ ഇതിലോട്ട് ഒരു 2-3 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ നിങ്ങൾ, വൈറ്റ് വിനീഗർ ഒഴിക്കുന്ന ഈ സ്മെല്ലൊക്കെ പോകാൻ നല്ലൊരു സോഫ്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഞാൻ അതിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ള മസാലയാണ് 1 ടീസ്പൂൺ അറബിക്ക് മസാല ഞാൻ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഏലക്ക പൗഡർ എടുത്തിട്ടുണ്ട്, 5 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾ എടുത്താൽ മതി. 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്, 1 നുള്ള് മഞ്ഞ കളർ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ആ തൈരിലോട്ട് ഇട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം. നോക്കി ഇതിലോട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ആട്ടിലോട്ട് നല്ലപോലെ ഒരു ഫേഷ്യൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിലോട്ടൊന്നും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ കണ്ടുനോക്കിക്കാണ്. ഇത് നല്ലതുപോലെ അകവും പുറവും ഫുള്ളങ്ങ് മസാല ആക്കി കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ മസാല ആക്കി കൊടുക്കണം. തേച്ച് ഫേഷ്യൽ നല്ല ഫേഷ്യൽ വെച്ചിട്ട് നല്ല മസാല ആക്കി കൊടുക്കാം നമുക്ക്. അതാ നോക്കിക്കാണി, ഇതിന്റെ തല ആട് ചിരിച്ചോണ്ടിരിക്കുന്ന നിങ്ങൾ കണ്ടല്ലോ. ആട്ടിന്റെ തലയാണ് നിങ്ങൾ കണ്ടാങ്ങളത്. ചിരിച്ചോണ്ടിരിക്കുന്ന ആട് നോക്കി, എന്താ ചിരിയെന്ന് നോക്കിയാണ്. അപ്പൊ അതിനകത്തും കൂടെ നമുക്ക് മസാല തേച്ച് കൊടുക്കാം. എനിക്ക് തന്നെ ചിരി വരുന്നത് ഇത് ആട്ടിന്റെ ചിരി കണ്ടിട്ട് കേട്ടോ. എനിക്ക് തന്നെ ചിരി വരെയാണ് ആട്ടിന്റെ ചിരി കണ്ടിട്ട്. അതിൽ കൂടെ നമുക്ക് മസാല ആക്കി നല്ലതുപോലെ മസാല ആക്കി കൊടുക്കാം. വൈറ്റ് നമ്മളിവിടെ മസാല ആക്കി വെച്ച ആട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ചോറ് നിറച്ചു കൊടുക്കണം, ഇതിന്റെ വയറ്റിനകത്തോട്ട്. അപ്പൊ അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഇതാ കണ്ടല്ലോ, ഞാൻ കുറച്ച് അര വേവാക്കി കുറച്ച് റൈസും അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ കുറച്ച് മഞ്ഞ കളറും കൂടെ ഒഴിച്ചതാണിത്. ഫുള്ള് വേവായില്ല, ഇത് പകുതി വേവേ ആയിട്ടുള്ള ചോറ്. ഇത് ആട്ടിന്റെ വയറ്റിലിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഇത് ഞാൻ തയ്യാറാക്കിയത്. അപ്പൊ ആടിങ്ങനെ പൊന്തിയിരിക്കും. അപ്പൊ അതിന് വേണ്ടിയാണ് ഇത് ഞാൻ തയ്യാറാക്കിയത്. അപ്പൊ ആട്ടിന്റെ വയറ്റിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം എങ്ങനെയെന്നൊന്ന് നോക്കാം. ഇതാ ആട്ടിന്റെ വയറ്റിനകത്തോട്ടാണ് ഈ ചോറ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കണ്ടല്ലോ നിങ്ങൾ, ഈ ചോറ് ഇതിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഈ ആട്ടിന്റെ വയറ് നിറച്ച് ചോറ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് തയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒന്നി തൂക്കുപിക്ക് കൊണ്ട് കുത്തി തയ്ക്കും, അല്ലെങ്കിൽ സൂചി നൂലും കൊണ്ട് കുത്തി തയ്ച്ചെടുക്കണം. കണ്ടല്ലോ, ഞാൻ എല്ലാം ഇതിലോട്ട് നിറച്ചു കൊടുക്കുകയാണ്. നോക്കി, ഞാൻ ഇതേമാതിരി വലിയ ഒരു ട്രേ എടുത്തിട്ടുണ്ട്, ആട്ടിന്റെ ട്രേ എടുത്തിട്ടുണ്ട്. ഈ ട്രേയിലോട്ട് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഈ ട്രേയുടെ അടിയിലോട്ട് ഇത് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്, ആട് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇത് കണ്ടോളി, ഇതേമാതിരി നിങ്ങൾ ചെയ്ത് നോക്കിക്കോളി. കൈ ഇതേമാതിരി ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് ഇത് കെട്ടി കൊടുക്കണം. ഈ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാതിരിക്കാൻ വേണ്ടി ഒരു ചെറുതായിട്ടൊരു ടൈറ്റ് കൊടുക്കണം. ഇത് ലാസ്റ്റ് വെന്തതിന് ശേഷം നമ്മൾ ഇതൊക്കെ അങ്ങ് അഴിച്ചെടുക്കും. നിങ്ങൾ കണ്ട് നോക്കിക്കാണെങ്കിൽ ഇതിന്റെ ആട്ടിന്റെ തലയും ലിവറും എല്ലാം ഞാൻ ഈ ട്രേയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ആട്ടിന്റെ മുകളിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം, കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. എന്തിനാന്ന് വെച്ചാൽ ഈ ആങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. കുക്കിംഗ് കൊണ്ട് വരുമ്പോഴത്തേക്ക് നല്ലൊരു മൊഞ്ച് കാണാൻ വേണ്ടിയാണ് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് കുക്കിംഗ് ഓയിൽ ഇതിന്റെ മുകളിലോട്ട് നിങ്ങൾ ഈ ആട്ടിന്റെ മുകളിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. കണ്ടല്ലോ നിങ്ങൾ, ഒരുപാട് വേണ്ട, ഒരു 1/2 കപ്പിന് വേണ്ടി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ചെറിയ ഒരു 100 ഗ്രാമിന് വേണ്ടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അടുത്ത നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. ഈ ആട്ടിന്റെ വയറ്റിലുള്ള കൊഴുപ്പാണ്. കണ്ടല്ലോ, ഈ പ്ലീറ്റ് കണക്ക് കിട്ടുന്ന ഇതേമാതിരി നമുക്ക് ഷീറ്റ് കണക്ക് കിട്ടുന്ന നോക്കിക്കാണി. ഈ ഷീറ്റ് ഈ ആട്ടിന്റെ മുകളിലോട്ട് ഒന്ന് വിരിച്ചു കൊടുക്കണം. അപ്പൊ ഈ ഇറച്ചി എന്ന് പറഞ്ഞാൽ നല്ല നമ്മൾ വെന്തെടുക്കുമ്പോൾ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ. നിങ്ങൾ കണ്ടല്ലോ, ഞാനിപ്പോ ഈ ആടിന് ഇതിന് ആ ഷീറ്റ് കൊണ്ട്, ആട്ടിന്റെ ആ വയറ്റിന്റെ ആ ഷീറ്റ് കൊണ്ട് ഞാൻ ഇത് മൂടിയിട്ടേക്ക്. നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾക്ക് നല്ലതുപോലെ കാണാൻ കഴിയുമല്ലോ. നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, 1 കപ്പ് വെള്ളം ഒഴിച്ച് മുകളിലോട്ട് ബട്ടർ വെച്ച് മൂടി നമുക്ക് 1 കപ്പ് വെള്ളം ഞാൻ ഇതിനകത്തോട്ട് ട്രേയിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. കണ്ടല്ലോ നിങ്ങൾ. ഇനി നമുക്ക് ആ ബട്ടർ പേപ്പർ കൊണ്ട് തന്നെ ഈ ആടൊന്ന് നമുക്ക് തിരിച്ചൊന്ന് മൂടി കൊടുക്കാം. മൂടി കൊടുത്തിട്ട് ഇതുപോലെ കവർ ചെയ്യണം. എന്തിനാണ് ഈ മൂടി കൊടുക്കണമെന്ന് വെച്ചാൽ ഈ ആട് ഓവനിൽ ഇരുന്നിട്ട് ഉണങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഈ ബട്ടർ പേപ്പർ വെച്ച് മൂടി കൊടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഇത്. ഇനി ഇതിന്റെ മുകളിൽ കൂടെ അലൂമിനിയം ഫോയിൽ വെച്ച് ഫുള്ള് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതാ നോക്കിക്കേ, ഇതേപോലെ എല്ലാം അലൂമിനിയം ഫോയിൽ വെച്ച് മൂടി 3 മണിക്കൂറാണ് ഓവനിൽ വെക്കുന്നത്. നിങ്ങൾ ഓവൻ ഇത് ആട് വെക്കുന്ന മുമ്പ് ഓവൻ ഒന്ന് ഫ്രീ ഹീറ്റായിട്ട് ഇടണം. അതിനുശേഷമേ നിങ്ങൾ ആട് വെക്കാവൂ. 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ അലൂമിനിയം ഫോയിൽ നിങ്ങൾ ഓപ്പൺ ആക്കി നോക്കാവൂ. എന്നാൽ നമുക്ക് പോകാം ഓവനിലോട്ട്. ഇതാണെങ്കിൽ കണ്ടല്ലോ, ഞാൻ ഓവനിലോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 200 ഡിഗ്രി ചൂട് 3 മണിക്കൂറാണ് ഈ ആട് വെക്കുന്നത്. ലാസ്റ്റ് പയർ 200-250 ഡിഗ്രി ചൂടിൽ വെക്കാം. അത് കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ കുറച്ച് പയറൊന്ന് ചെറുതാക്കി കൊടുത്താൽ മതി. മുഷുവായി പുറത്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ.
ഇഷ്ടപ്പെട്ട നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.